അമ്മേ, ഗൗരി എവിടെ? ശ്രീ ചോദിച്ചു. മോനെ, ഗൗരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രീജ ചുറ്റും നോക്കി. എന്റെ ഗൗരി എവിടെയെന്ന് ശ്രീ അലറി. മോനെ, ഗൗരി ഇവിടെ ഉണ്ട്. എന്നാൽ വിളിക്ക്, എന്റെ മുന്നിൽ വരാൻ പറയേ. എത്ര നേരായി ശ്രീയേട്ടാന്നൊരു വിളി കേട്ടിട്ടില്ല. എന്റെ കൺമുമ്പിൽ വന്നില്ല. അവളെ വിളിക്ക്. ഇവിടെ എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറയേ. ശ്രീ നടുമുറ്റത്ത് ഒരു ഭ്രാന്തനെ പോലെ ഇരുന്നു. അരുൺ ശ്രീയുടെ തോളിൽ കൈവച്ചു. അവളോട് വരാൻ പറയ് അരുൺ, വരാൻ പറയ്. അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് വരൂ അരുൺ. ശ്രീ, എഴുന്നേൽക്ക്. സഹദേവൻ അവിടേക്ക് വന്നു. എഴുന്നേൽക്കാൻ. ഇല്ല, എഴുന്നേൽക്കില്ല. എന്റെ ഗൗരി എന്റെ മുന്നിൽ വരട്ടെ, എന്നിട്ട് എഴുന്നേൽക്കാം. ശ്രീ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റും നോക്കി. അവൾ വരട്ടെ. മോനെ, ശ്രീ എഴുന്നേൽക്കടാ. ഗൗരി അവള് മരിച്ചില്ലേ? 4 വർഷമായില്ലേടാ മരിച്ചിട്ട്. ഭാനുമതി ശ്രീയുടെ അടുത്തിരുന്ന് കരഞ്ഞു. ഇല്ല അമ്മായി, ഗൗരി മരിച്ചിട്ടില്ല. അവളെങ്ങനെ മരിക്കാനാ? എന്റെ ഗൗരി മരിച്ചിട്ടില്ല. എങ്ങനെ എന്റെ പെണ്ണിന് എന്നെ തനിച്ചാക്കാൻ കഴിയുക? എനിക്ക് ജീവിക്കണ്ട. ശ്രീ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. അരുൺ ശ്രീയെ നോക്കി നിന്നു. അവനെ പരിചയപ്പെട്ട ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാ അരുൺ ശ്രീയെ ഇങ്ങനെ കരഞ്ഞു കാണുന്നേ. ശ്രീക്കുട്ടാ. ദീപ അവിടേക്ക് വന്നു. ഏട്ടത്തിയുടെ കുട്ടി, ഏട്ടത്തി പറയുന്നത് കേൾക്ക്. നീ റൂമിൽ പോയിരിക്കെ, അവൾ അവിടേക്ക് വരും. നീ തനിച്ചുള്ളപ്പോഴല്ലേ അവൾ വരിക. ചെല്ല്, ദീപ പറഞ്ഞു. ഇവിടെ എല്ലാരും ഇല്ലേ? അപ്പോ അവൾ വരില്ലല്ലോ. ശ്രീ കണ്ണുകൾ തുടച്ച് റൂമിലേക്ക് ചെന്നു. അരുൺ ഒരിടത്ത് പോയിരുന്നു. അരുണിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ശ്രീശാന്ത് അരുണിന്റെ അടുത്തേക്ക് വന്നു. എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അരുൺ പറഞ്ഞു. ശ്രീയെ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റ്. ഇവിടെ വരുന്നവരെ ഗൗരി ജീവനോടെ ഉണ്ടെന്നാ ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോ ശ്രീയുടെ അച്ഛൻ പറഞ്ഞു ഗൗരി മരിച്ചൂന്ന്. അവള് ജീവനോടെ ഉണ്ടെന്ന് ശ്രീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാനും അവന്റെ മുന്നിൽ അഭിനയിച്ചു. ഗൗരിക്ക് ചന്ദനത്തിന്റെ മണമാണെന്നും പറഞ്ഞു. പക്ഷേ ഇന്നിതെന്തു പറ്റി? ഇത്ര ദിവസം അവൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇന്ന് ഗൗരിയുടെ ശ്രാദ്ധമാണ്. അതവനറിയാം. അതാ അവനിങ്ങനെ. ശ്രീശാന്ത് പറഞ്ഞു. ഞാനും അച്ഛനും ചെറിയച്ഛന്മാരും അവന്റെയും ഗൗരിയുടെയും കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. ജാതകമോ ഇതുവരെ അനുഷ്ഠിച്ചു പോന്ന ആചാരങ്ങളോ ഒക്കെ മറന്ന് അവന്റെ ഇഷ്ടത്തിന് നിൽക്കാമെന്ന് ഉറപ്പിച്ചതാ. അന്ന് അവന് PGക്ക് അഡ്മിഷൻ കിട്ടിയ അന്ന് ഗൗരിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അവൻ PGക്ക് കോളേജിൽ പോകുന്നതിന് മുൻപ് എൻഗേജ്മെന്റ് കഴിച്ചിടാം, PG കഴിഞ്ഞ് കല്യാണം എന്നൊക്കെ. പക്ഷേ അവൾക്ക് ഭാഗ്യമുണ്ടായില്ല. ശ്രീ മനക്കിലിൽ നിന്ന് ഇറങ്ങി നടന്നു. മോനെ, നീ എങ്ങോട്ടാ? ശ്രീജ പിന്നാലെ ചെല്ലാനാഞ്ഞതും സഹദേവൻ തടഞ്ഞു. അവൻ പൊയ്ക്കോട്ടെ ശ്രീജെ, അവന് സ്വസ്ഥത കിട്ടുന്നിടത്തേക്ക്. ശ്രീ നടന്ന് പാലത്തിന്റെ കൈവരിയിൽ കയറി മുഖം താഴ്ത്തിയിരുന്നു. കോളേജിലേക്ക് പോകാനിറങ്ങിയ രാധിക ശ്രീയെ കണ്ടപ്പോൾ സ്കൂട്ടി നിർത്തി. രാധിക സ്കൂട്ടിയിൽ നിന്നിറങ്ങി. രാധിക വന്നത് ശ്രീ അറിഞ്ഞില്ല. എന്താ ഇവിടെ ഇരിക്കുന്നേ? രാധിക ചോദിച്ചു. ശ്രീ നിശബ്ദത പാലിച്ചു. ശ്രീയുടെ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് രാധികയ്ക്ക് മനസ്സിലായി. എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ, രാധിക ചോദിച്ചു. ശ്രീ ഒന്നും മിണ്ടിയില്ല. എന്താ ഒന്നും മിണ്ടാത്തേ? രാധിക ചോദിച്ചു. നീ പോയേ, ശ്രീ പറഞ്ഞു. എന്താ പ്രശ്നം? രാധിക ചോദിച്ചു. എന്റെ പ്രശ്നം പറഞ്ഞാ നീ പരിഹരിച്ചു തരുമോ? ശ്രീ ദേഷ്യപ്പെട്ടു. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ
രാധിക മുഴുവിപ്പിച്ചില്ല. എന്റെ ഗൗരിയെ തിരികെ തരാൻ കഴിയോ നിനക്ക്? ശ്രീ ചോദിച്ചു. രാധിക ശ്രീയെ നോക്കി നിന്നു. പറ്റില്ലല്ലോ. ശ്രീ രാധികയെ പുച്ഛഭാവത്തോടെ നോക്കി. ശ്രീ തിരിഞ്ഞു നടന്നു. പറ്റും, ഗൗരിയെ തിരികെ തരാൻ പറ്റും, രാധിക വിളിച്ചു പറഞ്ഞു. ശ്രീ നിന്നു. പക്ഷേ എന്റെ രൂപമായിരിക്കും. സ്നേഹം ഗൗരിയേക്കാൾ ഏറെ തരാൻ ഞാൻ, രാധിക പറഞ്ഞു. ശ്രീ തിരിഞ്ഞൊന്നു നോക്കി ഒന്നും പറയാതെ നടന്നു. അവിടെയും എവിടെയും ചുറ്റി നടന്ന് ശ്രീ രാത്രി പറമ്പിലെ കുളത്തിലെത്തി. അതിന്റെ പടവിൽ ശ്രീ നിവർന്നു കിടന്നു. കുട്ടേട്ടാ, കുട്ടേട്ടാ, ലച്ചു കരഞ്ഞുകൊണ്ട് ഓടി വന്നു. എന്താ ലച്ചു, എന്തിനാ കരയുന്നേ? ശ്രീ ചോദിച്ചു. കുട്ടേട്ടാ, ഗൗരി ചേച്ചി. അവൾ ഇവിടെ തന്നെ കാണും ലച്ചു, വേറെ എവിടെ പോകാൻ? ശ്രീ ലച്ചുവിനെ ആശ്വസിപ്പിച്ചു. പോയി കുട്ടേട്ടാ, ലച്ചു കരഞ്ഞു. അവിടെ കുളത്തില്. ലച്ചു നിലത്തിരുന്ന് കരഞ്ഞു. ലച്ചു പറഞ്ഞത് കേട്ട് ശ്രീ മെല്ലെ കുളത്തിനടുത്തേക്ക് നടന്നു. ശ്രീ കുളിക്കടവിലെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുന്നത് കണ്ടു. ശ്രീ ഒരു ഭാവമാറ്റവുമില്ലാതെ കുളത്തിലേക്കിറങ്ങി. രണ്ടു കൈയിലും ശ്രീ ഗൗരിയുടെ നനഞ്ഞു കുതിർന്ന തണുത്ത ശരീരം പൊക്കിയെടുത്തു. ദൈവമേ, എന്റെ പെണ്ണിനൊന്നും പറ്റിയിരിക്കല്ലേ, ശ്രീ മനസ്സിൽ പറഞ്ഞു. ശ്രീ ഗൗരിയെ പടവിൽ കിടത്തി. ഗൗരി, എഴുന്നേൽക്ക് മോളെ. ശ്രീയേട്ടനെ ഇങ്ങനെ പറ്റിക്കല്ലേ നീ. അറിയാലോ എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്, ശ്രീ ഗൗരിയോട് സ്നേഹത്തിൽ പറഞ്ഞു. എഴുന്നേൽക്ക് മോളെ. ഗൗരി. ശ്രീയുടെ ശബ്ദം ഉറച്ചു. എഴുന്നേൽക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എഴുന്നേൽക്ക് ഗൗരി. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. എഴുന്നേക്കടാ, ഒന്ന് ശ്രീയേട്ടനെ നോക്ക് പ്ലീസ്. നിന്റെ കാല് പിടിക്കാൻ ഞാൻ. ഒന്ന് കണ്ണു തുറക്ക് ഗൗരി. ഒരു വട്ടം കണ്ണു തുറക്കോ, ഒരൊറ്റ വട്ടം. ഒന്നുമില്ല നിനക്ക്, നീ എന്നെ കളിപ്പിക്കുക. ഓർമ്മയുണ്ടോ നിനക്ക്, ഒരിക്കൽ നിന്റെ ചാതിൽ നിന്ന് 2 തുള്ളി കാലിലൊറ്റിച്ച് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചത് ഓർമ്മയില്ലേ? അതുപോലെ പറ്റിക്കുക എന്നെ. ശ്രീ പറയുന്നത് കേട്ട് ചുറ്റും കൂടിയവർ കരഞ്ഞു. എഴുന്നേൽക്ക് ശ്രീകുട്ട, സഹദേവൻ കരഞ്ഞു പറഞ്ഞു. ഇല്ലച്ചാ, ഇതെന്നെ കളിപ്പിക്കാൻ കാണിക്കുക, അല്ലാണ്ടൊന്നുമല്ല. എന്തിനാ എല്ലാരും കരയുന്നേ? മതി ഗൗരി, സ്ത്രീയേട്ടൻ പേടിച്ചു. ഞാൻ തോറ്റു, നീ ജയിച്ചു. മതി, കണ്ണു തുറക്ക്. മതിയടാ, എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റണില്ലടാ. ദേ നോക്ക്, ശ്രീയേട്ടന്റെ നെഞ്ച് വേദനിക്കേട്ടോ. ശ്രീ വാടി തളർന്ന ഗൗരിയുടെ കൈയെടുത്ത് ശ്രീയുടെ നെഞ്ചിൽ വെച്ചു. ശ്രീയുടെ കയ്യിൽ നിന്ന് ഗൗരിയുടെ കൈ ഊർന്നു വീണു. ശ്രീ ഗൗരിയെ നോക്കി. പോടി! ശ്രീ ഗൗരിയുടെ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പോടി! ശ്രീ ഉറക്ക കരഞ്ഞു. എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേടി നീ. ഇത്രയധികം സ്നേഹം തന്നെ എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേടി നീ. എന്തിനാടി നീ ഇങ്ങനെ ചെയ്തേ? ഒരു വാക്കു പറഞ്ഞിരുന്നേ, ഞാനും വരില്ലേ, മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും. നീ ഇല്ലാതെ എങ്ങനെയാ ഞാൻ ജീവിക്ക? എന്തിനാടി എന്നെ തനിച്ചാക്കിയത്? നീ ഇല്ലാതെ എനിക്ക് എങ്ങനെയാ പെണ്ണെ ജീവിക്കാൻ പറ്റുക? കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്ക് ഗൗരി. ഒരു വട്ടം, ഒരു പൊടി ജീവൻ ബാക്കി വയ്ക്കും പെണ്ണെ. എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയി ആ ജീവൻ ഞാൻ തിരികെ പിടിക്കാം.
എനിക്ക് വേണ്ടി ഗൗരി, എനിക്ക് വേണ്ടി ഗൗരി, ഒന്ന് കണ്ണു തുറക്ക്. ശ്രീ ഗൗരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശ്രീകുട്ട, ഗൗരിയെ ദയിപ്പിക്കാൻ എടുക്കുക, നിനക്കൊന്നുകൂടെ കാണണ്ടേ? ശ്രീശാന്ത് കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. വേണം, ശ്രീ പറഞ്ഞു. വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഗൗരിയുടെ മൃതദേഹത്തിനടുത്തേക്ക് ശ്രീ വന്നതും ചുറ്റുമുള്ളവരുടെ കരച്ചിൽ ഒന്നുകൂടെ ഉയർന്നു. ശ്രീ ഗൗരിയുടെ മുഖത്തിനടുത്ത് മുട്ടുകുത്തിയിരുന്നു. ഗൗരി, ദേ ശ്രീയേട്ടൻ ലാസ്റ്റായിട്ട് ചോദിക്കുക. ഒന്ന് കണ്ണു തുറക്കു പെണ്ണേ, എന്നെ ഒന്ന് നോക്ക്. ശ്രീ കരച്ചിൽ അടക്കിപ്പിടിച്ചു. ശ്രീ ഗൗരിയുടെ നെറ്റിയിൽ ചുംബിച്ചു. ശ്രീയുടെ ചുണ്ടുകൾ വിറച്ചു. പൊയ്ക്കോടി, എന്നെ തനിച്ചാക്കി പൊയ്ക്കോ. ശ്രീ എഴുന്നേറ്റു. ഗൗരിയുടെ ചിത കെട്ടടങ്ങുന്നതുവരെ ശ്രീ ഗൗരിയുടെ ചിതയിലേക്ക് നോക്കിയിരുന്നു. എല്ലാവരും പോയിട്ടും ശ്രീ അവിടെ നിന്ന് അനങ്ങിയില്ല. ചിത കെട്ടപ്പോൾ ശ്രീ എഴുന്നേറ്റ് ചിതയ്ക്കടുത്തുപോയി കിടന്നു. നോക്കു പെണ്ണേ, നീ എന്നോട് എപ്പോഴും പറയാറില്ലേ മരിച്ചാലും എന്നെ വിട്ടു പോവില്ലെന്ന്? അത് ഞാൻ വിശ്വസിക്കുക. എൻ്റെ കൂടെ വേണം കേട്ടോ. ഇല്ല, നിന്റെ ശ്രീയേട്ടൻ തോറ്റുപോകും. എൻ്റെ ആയുസ് കിടക്കുന്നിടത്തോളം കാലം എൻ്റെ കൂടെ നീ വേണം. എനിക്ക് നിന്റെ സാമീപ്യം അറിയാൻ കഴിയണം. ഇല്ല, ഞാൻ മിണ്ടില്ല നിന്നോട്. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാലോ. പറഞ്ഞിനിയും എന്നെ പറ്റിക്കരുത്. ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിറ്റേന്ന് ശ്രീ എഴുന്നേൽക്കുമ്പോൾ റൂമിലായിരുന്നു. റൂം മുഴുവൻ ചന്ദനത്തിന്റെ മണമായിരുന്നു. ശ്രീ ചിരിച്ചു. വന്നല്ലേ? എവിടെയായിരുന്നു ഇന്നലെ? ശ്രീ ചോദിച്ചു. ലീവ് എടുത്തു ശ്രീയേട്ടാ. എന്ന് ശ്രീയേട്ടന്റെ കൂടെയല്ലേ? ഇന്നലെ എനിക്ക് ബലിയിട്ടോരുടെ കൂടെ കൂടി. പറഞ്ഞില്ല എന്നോട്. ശ്രീ പരിഭവിച്ചു. പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ. എന്താ ഇന്നലെ കാണിച്ചു കൂട്ടിയേ? ഞാൻ അറിഞ്ഞുവല്ല കേട്ടോ. 4 വർഷമായില്ലേ ശ്രീയേട്ടാ, എന്നെ മറന്നുകൂടെ? വേറൊരു ജീവിതം മതി. ഇത് പറയാനാണ് വന്നതെങ്കിൽ നീ പൊയ്ക്കോ. 4 അല്ല 400 വർഷം കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ നീ മാത്രം ഉണ്ടാവൂ. സ്നേഹം മുഴുവൻ വാങ്ങാതെ പോയതല്ലേ നീ? ശ്രീ പറഞ്ഞു. ഗൗരി മൂളി. എനിക്കൊരു വാക്ക് തരുമോ? എന്താ? ശ്രീ ചോദിച്ചു. തരുമോ? അതാദ്യം പറയേ. അല്ലെങ്കിൽ എന്നെ പറ്റിക്ക് ശ്രീയേട്ടൻ. നിന്നെ ഞാൻ പറ്റിക്കില്ല ഗൗരി. വേറെ വിവാഹം കഴിക്കോ? ഗൗരി ചോദിച്ചു. ഇല്ല, ശ്രീ പറഞ്ഞു. ശരി, ഞാൻ പോവാ. ഇനി ഇങ്ങോട്ടില്ല, ഗൗരി പറഞ്ഞു. പതിയെ ചന്ദനത്തിന്റെ മണം കുറഞ്ഞു തുടങ്ങി. ഗൗരി, ശ്രീ വിളിച്ചു. ഗൗരി പോവല്ലേ? ഗൗരി! വാക്ക് തന്നില്ലെങ്കിൽ ഞാൻ പോകും. ശ്രീയേട്ടനാണേ ഉറപ്പ്. ശരി, വാക്ക് തരാം. എനിക്കൊരു വാക്ക് തരുമോ? ശ്രീ ചോദിച്ചു. തരാം, ഉറപ്പ്. എന്നാൽ ഞാൻ വാക്ക് തരുന്നു, ഞാൻ വിവാഹം കഴിക്കാം, ശ്രീ പറഞ്ഞു. ഇനി ഞാനെന്തുറപ്പാ തരേണ്ടത്? ഗൗരി ചോദിച്ചു. നീ ആയിരിക്കണം എൻ്റെ ഭാര്യ, ഉറപ്പുതാ, ശ്രീ ചോദിച്ചു. ശ്രീയേട്ടാ, ഞാനൊരു ആത്മാവാണ്. എനിക്ക് രൂപമില്ല. ശ്രീയേട്ടന് മാത്രമേ എന്നെ കാണാനാവൂ, കേൾക്കാനാവൂ. ഞാൻ കണ്ടാൽ മതി, ഞാൻ കേട്ടാൽ മതി, എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി. എനിക്കത് മാത്രം മതി, ശ്രീ പറഞ്ഞു. ശരി, സമ്മതിക്കാം. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു തരുമോ? ഗൗരി ചോദിച്ചു. എന്താ? എന്തു പറഞ്ഞാലും ചെയ്യാം, ശ്രീ പറഞ്ഞു. എനിക്കൊരു കുഞ്ഞു വേണം. ശ്രീയേട്ടൻ്റെ രക്തത്തിൽ
ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞ്. എനിക്കത് വേണം, എന്നെ ബോധ്യപ്പെടുത്താൻ. ഗൗരി, ശ്രീ വിളിച്ചു. അതാ ശ്രീയേട്ടാ മനുഷ്യനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് സ്നേഹിക്കാൻ ശ്രീയേട്ടനെ, പക്ഷേ ജീവിക്കാൻ കഴിയില്ല ഒപ്പം. പക്ഷെ ഒന്നു പറ്റും, ശ്രീയേട്ടൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയിൽ ഈ ഗൗരി ഉണ്ടാകും. ഞാൻ പോവാ ശ്രീയേട്ടാ. ശ്രീയേട്ടൻ വിവാഹത്തിന് സമ്മതിച്ചാലേ ഞാനിനി വരൂ. ഗൗരി പ്ലീസ്, ശ്രീ വിളിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ലീവ് തീർന്ന് അരുൺ ബാംഗ്ലൂരിലേക്ക് പോയി. ഗൗരി ശ്രീയുടെ അടുത്ത് വരാതെയായി. ദിവസങ്ങൾ കഴിയുന്തോറും രാധികയ്ക്ക് ശ്രീയോടുള്ള ആരാധന കൂടി വന്നു. രാധിക വൈകിട്ട് അമ്പലത്തിൽ പോയി വരുമ്പോഴാണ് ശ്രീ പാടത്തിനടുത്തുള്ള മുള ഇരിപ്പിടത്തിൽ കിടക്കുന്നത് രാധിക കണ്ടത്. എന്താ, മനക്കിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ മനക്കലെ കൊച്ചു തമ്പുരാൻ ഇവിടെ വന്ന് കിടക്കുന്നേ? രാധിക ചോദിച്ചു. ശ്രീ എഴുന്നേറ്റിരുന്നു. മനക്കൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പക്ഷേ... ശ്രീ പറഞ്ഞു നിർത്തി. ഇഷ്ടമുള്ള ആളില്ല, അതല്ലേ? രാധിക ചോദിച്ചു. ശ്രീ രാധികയെ നോക്കി. രാധിക ചിരിച്ചു. എല്ലാം അറിയാല്ലേ എന്നെക്കുറിച്ച്? ശ്രീ ചോദിച്ചു. അറിയാം, ഇനിയും അറിയണമെന്നുണ്ട്. അതിന് ഇയാൾ സമ്മതിക്കില്ലല്ലോ. ഇയാളുടെ മനസ്സ് മുഴുവൻ ഗൗരി നിറഞ്ഞു കിടക്കല്ലേ. ഒരു സൂചി കുത്താൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ... രാധിക പറഞ്ഞു. ശ്രീ ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? രാധിക ചോദിച്ചു. സൂചി കുത്താൻ നിനക്കിടം കിട്ടില്ല എന്നാലോചിച്ച് ചിരിച്ചതാ. ശ്രീ ദൂരേക്ക് നോക്കിയിരുന്നു. അങ്ങനെ ചിരിക്കണ്ട. രാധിക സൂചി കുത്താൻ ഇടം ഉണ്ടാക്കിയെടുക്കും, നോക്കിക്കോ. നോക്കാലോ, നീ ശ്രമിക്ക്, ശ്രീ പറഞ്ഞു. ഇടം ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയാൽ ഞാൻ നിന്നെ കെട്ടും. കാളിയാർ മനയിലെ ശ്രീനാഥ് തമ്പിയുടെ വേളിയായി ഞാൻ നിന്നെ കൊണ്ടുപോകും, ശ്രീ പറഞ്ഞു. സത്യം? രാധിക ചോദിച്ചു. സത്യം. ഗൗരി സത്യം? രാധിക ഉറപ്പിക്കാനായി ചോദിച്ചു. ശ്രീ ഒന്നും മിണ്ടിയില്ല. അപ്പോ ചുമ്മാ പറഞ്ഞതല്ലേ? രാധിക കണ്ണു നിറച്ചുകൊണ്ട് ശ്രീയെ നോക്കി ചിരിച്ചു. ഞാൻ പോവാ. രാധിക കണ്ണുകൾ തുടച്ചെഴുന്നേറ്റു. ശ്രീ ദൂരേക്ക് നോക്കിയിരുന്നു. രാധിക പോകുമ്പോഴും ശ്രീ തന്നെ നോക്കുന്നുണ്ടോ എന്നറിയാൻ തിരിഞ്ഞു നോക്കി. എനിക്ക് എന്റെ ഗൗരിയെ തിരികെ വേണം. അതിനെനിക്കൊരു പെണ്ണ് വേണം. വല്ലാത്തൊരു സമസ്യയിലാ ഗൗരി നീ എന്നെ എത്തിച്ചിരിക്കുന്നത്. എന്നെക്കൊണ്ടാവില്ല. നിന്നെ മറന്ന് വേറൊരു ജീവിതം ജീവിക്കാൻ എനിക്കാവില്ല. ഒരാൾക്കും നിന്റെ നഷ്ടം ഫീൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എനിക്ക് നിന്നെ വേണം. അതിനുവേണ്ടി ശ്രീ മാറാൻ പോവാ. ശ്രീ എഴുന്നേറ്റു. കാളിയാർ മനയുടെ നാശം വെറും നാശമല്ല, മുച്ചൂടും നശിക്കണം ആ മന. എന്റെ പെങ്ങളുടെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ആ മനയിലെ അവസാനത്തെ ആൺതരിയെപ്പോലെ നീ ഇല്ലാതാക്കണം. എങ്ങനെ? ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇവിടെ ഇരുന്നുകൊണ്ട് മനക്കലെ കാര്യസ്ഥന്റെ മകളായ ശ്രീനാഥിന്റെ ഭാവി വധുവിനെ കൊന്നുകളഞ്ഞെങ്കിൽ ഇതും എനിക്ക് സാധിക്കും. എന്താ? ആ പെണ്ണിനെ കൊന്നത് ഞാൻ തന്നെ. ശ്രീനാഥാണ് ഈ തലമുറയിലെ തുലാമിലെ ആയില്യം നക്ഷത്രക്കാരൻ. വെറും ആയില്യമല്ല അവൻ, പഞ്ചമിയിൽ ജനിച്ച ആയില്യം. അവനോടെ ആ മന നശിച്ചു പോകണം. അവന് കുടുംബമായാൽ പിന്നെ അത് നടക്കില്ല. കാരണം ആ നാളുകാരന്റെ ബലം അവന്റെ ഭാര്യയാണ്. അതും അവന്റെ ഭാര്യയുടെ കന്യകാത്വം അവനാൽ നഷ്ടപ്പെട്ടാൽ അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നെ പാമ്പിന്റെ ജനനമാവൻ ചാവില്ല. ശ്രീനാഥിന്റെ ശരിക്കുമുള്ള ജാതകം അവന്റെ മുത്തശ്ശിയുടെ കയ്യിലാണ്. അവര് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. പിന്നെ അതെഴുതിയ പണിക്കരും. അവന്റെ ജാതകം എഴുതിയ പണിക്കർ മരിക്കുന്നതിനു മുൻപ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അവനെക്കുറിച്ച്. പാമ്പിന്റെ പകയാ അവന്. കൊന്നേ അടങ്ങൂ അവൻ. ഇപ്പൊ അവനിങ്ങനെ ഇരിക്കുന്നത് കാര്യമല്ല. പാമ്പിനെപ്പോലെ തന്നെ മോഹിച്ച പെണ്ണിനെ അവൻ സ്വന്തമാക്കും. രാധികയുടെ മുത്തച്ഛൻ ശങ്കരൻ രഘുവിനോടും സത്യനോടും പറഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തൻ അവിടെയുള്ളപ്പോ എങ്ങനെ ആ മന നശിപ്പിക്കും? സത്യൻ ചോദിച്ചു. അതിനുള്ള വഴിയാണ് രാധിക, ശങ്കരൻ പറഞ്ഞു. അവൾക്ക് ശ്രീയെ ഒരുപാട് ഇഷ്ടമാ. നമ്മളതങ്ങ് കണ്ണടച്ചു കൊടുക്കുന്നു. പതിയെ അവന്റെ മനസ്സിലേക്ക് അവൾ കയറിക്കൂടും. അതിനുള്ള വഴി നമ്മൾ ഒരുക്കിക്കൊടുക്കുന്നു.
ശ്രീനാഥിന്റെ ഭാര്യയായി അവൾ മനയ്ക്കൽ കയറിയാൽ മതി. അവിടെ തുടങ്ങും ആ മനയുടെ നാശം. അവളിലൂടെ എന്റെ പെങ്ങൾ നീലിമ അവളുടെ പക വീട്ടിക്കോളും. ശങ്കരൻ ചിരിച്ചു. പക്ഷെ രാധുവിനെ നമ്മൾ കാശിക്ക് കൊടുക്കാനല്ലേ കരുതിയിരുന്നത്? സത്യൻ ചോദിച്ചു. അതങ്ങനെ തന്നെ. ശ്രീനാഥ് മരിച്ചാൽ രാധുവിനെ നമ്മൾ കാശിക്ക് തന്നെ കൊടുക്കും, ശങ്കരൻ പറഞ്ഞു. എന്റെ മകളെ അവിടേക്ക് ഒരു ചാവേറായി അയക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? 5 നാഗങ്ങൾ കാവലിരിക്കുന്ന ആ മനയിലേക്ക് അല്ലേ? രഘു ചോദിച്ചു. രാധുമോൾക്കൊന്നും സംഭവിക്കില്ല. നീലിമയുടെ രക്തമാവളും. പിന്നെ അവിടെയുള്ള നാഗങ്ങൾ തുലാമിലെ ആയില്യനാളിലല്ലാതെ അവ പുറത്തിറങ്ങില്ല. ഇറങ്ങിയാൽ ആ 5 നാഗങ്ങളും തലതല്ലി ചാകും, ശങ്കരൻ പറഞ്ഞു. എന്നാലും അച്ഛാ, സത്യൻ പറഞ്ഞു. ആരും എതിർക്കണ്ട എന്നെ. വൈശാഖിനെ കൊന്ന പോലെ ശ്രീനാഥിനെയും ഞാൻ കൊല്ലും. ഇനിയൊരായില്യം അവിടെ പിറക്കരുത്. അങ്ങനെ ആ കാളിയാർമന എനിക്ക് മുമ്പിൽ തകർന്നു വീഴണം. ശങ്കരൻ പൊട്ടിച്ചിരിച്ചു. ശ്രീ പൂമുഖത്തിരിക്കുമ്പോഴാണ് ഒരു കാർ പടിപ്പുര കടന്നു വന്നത്. ആരാ ഇപ്പോ? ശ്രീജ പൂമുഖത്തേക്ക് വന്നു. ആരാ ശ്രീക്കുട്ട? അറിയില്ലമ്മേ, ടാക്സിയാണ്. ആരാണാവോ? സച്ചി? ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് ശ്രീ പറഞ്ഞു. സച്ചി മോൻ, ദേ ഒന്ന് വന്നേ, സച്ചി വന്നിരിക്കുന്നു. രാജാ, യമുനെ, ശ്രീജ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഒരാളും കൂടിയുണ്ട്, സച്ചിൻ മുറ്റത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. ദേവിയെ, എന്നെ ഓവർടേക്ക് ചെയ്തോ ഇവൻ? വല്ല ഹിന്ദിക്കാരിയാണോ? ശ്രീ പറഞ്ഞു. ഡോർ തുറന്നിറങ്ങിയ ആളെ കണ്ട് ശ്രീ കണ്ണുമിഴിച്ചു. അരുൺ, ഇവനെ എവിടുന്ന് കിട്ടി നിനക്ക്? ശ്രീ ചോദിച്ചു. വഴിയിൽ നിന്നേട്ടാ. സച്ചി പൂമുഖത്തേക്ക് കയറി. നീയല്ലേടാ എന്റെ ലീവ് കഴിഞ്ഞേ നിന്റെ പിറന്നാൾ കൂടാൻ പറ്റിയില്ലേ, എന്റെ ജോലി പോവേ എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് പോയത്, ശ്രീ പറഞ്ഞു. ജോലി പോയി, അരുൺ പറഞ്ഞു. വാട്ട്? അവർ അനുവദിച്ചതിൽ കൂടുതൽ ലീവ് എടുത്തതിന് എന്നെ പുറത്താക്കി, അരുൺ പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. നിന്റെ പിറന്നാൾ കഴിഞ്ഞേ പോകുന്നുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും? എന്തു പ്രശ്നം മോനെ? സഹദേവൻ പറഞ്ഞു. 4ാമത്തെ ഒരു മകൻ കൂടിയായി അല്ലേ ഏട്ടാ? രാജൻ പറഞ്ഞു. സച്ചിയേട്ടാ, ലച്ചു ഓടി വന്നു. ലച്ചുവിനെ കണ്ടതും അരുണിന്റെ മുഖം തെളിഞ്ഞു. ലച്ചു അരുണിനെ കണ്ടതും ഒതുങ്ങി നടന്നു. എന്നാലും സച്ചി, നിനക്ക് വരുന്ന വിവരം ഒന്നറിയിക്കാമായിരുന്നു. യമുന വന്ന് ബാഗ് വാങ്ങിവെച്ചു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി, സച്ചി പറഞ്ഞു. രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം സച്ചി കൊൽക്കത്തയിലെ വിശേഷങ്ങൾ ലച്ചുവിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മതിയടാ കത്തിവെച്ച് കൊന്നത്, ദീപ പറഞ്ഞു. മുത്തൂ, ശ്രീ വന്ന് കുഞ്ഞിലക്ഷ്മി അമ്മയുടെ മടിയിൽ തലവെച്ചു കിടന്നു. ശ്രീകുട്ട, കുഞ്ഞിലക്ഷ്മി ശ്രീയുടെ മുടി തലോടി കൊടുത്തു. പണ്ടും നീ ഇങ്ങനെ വന്ന് കിടക്കും. ഒരു ഭാഗത്ത് നീയും മറ്റേ ഭാഗത്ത് ഗൗരിക്കുട്ടിയും. ഇന്നൊരു ഭാഗം ഒഴിഞ്ഞു കിടക്കുക. ശ്രീ ഒന്നും മിണ്ടിയില്ല. തൽക്കാലം ഗൗരിക്കുട്ടിയുടെ സ്ഥാനത്ത് എന്നെ കണ്ടോളൂ. അരുൺ വന്നു കിടന്നു. മുത്തശ്ശി ചിരിച്ചു. മുത്തശ്ശി, അതാരാ? അരുൺ ചുമരിലേക്ക് കൈ ചൂണ്ടി. അതിവിടുത്തെ മുത്തശ്ശനാണ്, ബലരാമൻ, കുഞ്ഞിലക്ഷ്മി അമ്മ പറഞ്ഞു. അപ്പോ അതോ? ശ്രീ ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് കുഞ്ഞിലക്ഷ്മി നോക്കി. അത് വൈശാഖൻ, ഇവിടുത്തെ മുത്തച്ഛന്റെ അനിയൻ. ഈ മുത്തച്ഛൻ എങ്ങനെയാ മരിച്ചത്? ശ്രീ ചോദിച്ചു. അത് പിന്നെ... കുഞ്ഞിലക്ഷ്മി അമ്മ സഹദേവനെയും രാജനെയും ഭാനുമതിയെയും നോക്കി. അവരൊന്നും മിണ്ടിയില്ല. പറയും മുത്തശ്ശി. സച്ചിയും ലച്ചുവും അവിടേക്ക് വന്നു. മരിച്ചതല്ല, കൊന്നതാ, കുഞ്ഞിലക്ഷ്മി അമ്മ പറഞ്ഞു. കൊന്നതോ? ശ്രീ തലയുയർത്തി ചോദിച്ചു. അതേ മോനെ, അങ്ങനെ ഒരു കഥയുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അറിയില്ല, കുഞ്ഞിലക്ഷ്മി അമ്മ പറഞ്ഞു. അറിയണം, ശ്രീ പറഞ്ഞു. പറയാം,
നിങ്ങളും അറിയേണ്ട സമയമായി. വൈശാഖനായിരുന്നു ശ്രീക്ക് മുൻപുള്ള തുലാമാസത്തിൽ ജനിച്ച ആയില്യ നക്ഷത്രക്കാരൻ. സ്ത്രീയെപ്പോലെ തന്നെ ഒരൊറ്റ പെണ്ണിനെ അവന് സ്നേഹിച്ചുള്ളൂ, നീലിമയെ. നീലിമ, ശ്രീ പറഞ്ഞു. അതെ, നീലിമ. വലിയടത്തെ ശങ്കരന്റെ പെങ്ങൾ. കാലങ്ങളായി ശത്രുതയിലായിരുന്ന തറവാട്ടുകാരായിരുന്നു നമ്മളും വലിയടത്തുകാരും. അവിടുത്തെ പെണ്ണിനെ തന്നെ വൈശാഖൻ സ്നേഹിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുകൂടി വൈശാഖൻ തന്റെ ഇഷ്ടം മറന്നില്ല, വേണ്ടെന്ന് വെച്ചില്ല. ഇവിടെ മുത്തശ്ശൻ എതിർത്തു, കാര്യമുണ്ടായില്ല. അവിടെ വലിയടത്ത് നീലിമയെ പൂട്ടിയിട്ടു, എന്നിട്ടും കാര്യമുണ്ടായില്ല. വൈശാഖൻ അവളെ കൊണ്ടുവന്നു. പരസ്പരം സ്നേഹിച്ചെങ്കിലും നീലിമയ്ക്ക് അവളുടെ സഹോദരനെ ജീവനായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്മതം കൂടി വേണം വിവാഹത്തിനെന്ന് അവൾ വാശി പിടിച്ചു കരഞ്ഞു. നീലിമയുടെ കണ്ണീര് വകവയ്ക്കാതെ വൈശാഖൻ അവളെ വിവാഹം കഴിച്ചു. അന്നു ഭാനു കുഞ്ഞാ. സഹദേവനും രാജനും കുട്ടികളും. വിവാഹം കഴിഞ്ഞ് 2ന്റെ അന്ന് കാവിൽ വിളക്ക് വയ്ക്കാൻ പോയ നീലിമ പിന്നെ ജീവനോടെ വന്നില്ല. അവളെ കൊന്നുകളഞ്ഞു. ആര്? സച്ചി ചോദിച്ചു. അറിയില്ല. പക്ഷേ പിറ്റേന്ന് വൈശാഖനും കൊല്ലപ്പെട്ടു. പെങ്ങള് മരിച്ച ദേഷ്യത്തിൽ വലിയടത്തെ ശങ്കരൻ വൈശാഖനെ കൊന്നു. ഉണ്ടായിരുന്ന പക ഇരട്ടിച്ചു. ഈ മന നശിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും അയാൾ പാഴാക്കില്ല. കുഞ്ഞുലക്ഷ്മിയമ്മ അവിടെയും ഇവിടെയും തൊട്ട് പറഞ്ഞു നിർത്തി. ശ്രീ ഓരോന്നാലോചിച്ച് കിടന്നു. തന്റെ സ്വപ്നത്തിൽ കേൾക്കാറുള്ള പേര് നീലിമ. അത് ആരാ കൊന്നത്? അയാളെ ഞാൻ കണ്ടില്ലല്ലോ. മതി മക്കളെ, രാത്രി ഒരുപാടായി, ഇനി പോയി കിടന്നേ എല്ലാരും, ശ്രീജ പറഞ്ഞു. ശ്രീ റൂമിൽ വന്ന് കിടന്നു. അപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലേ? അതെന്തെങ്കിലും ആട്ടെ, എന്റെ ഗൗരി എനിക്ക് കിട്ടണം. അതിനുള്ള ഒരു വഴി, ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സ്നേഹിക്കണം. ആരെ? ശ്രീ ആലോചിച്ച് കിടന്നു. ആരായാലും എനിക്ക് ഗൗരിയെ വേണം. അവൾ എന്നെ വിട്ടു പോകാൻ പാടില്ല, അത് മാത്രം മതി. രാധിക ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെട്ടെന്നാണ് ശ്രീയുടെ ഷർട്ട് രാധികയുടെ കണ്ണിൽപ്പെട്ടത്. രാധിക അതെടുത്തുകൊണ്ട് വന്നു. എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തിനാ ഈ ഷർട്ട് കൊണ്ട് എന്നെ പുതപ്പിച്ചത്? നുണ പറയാ, ഞാൻ മനസ്സിലില്ലെന്ന്. രാധിക ശ്രീയുടെ ഷർട്ട് മേലക്കൂടെ ധരിച്ചു. രാധികയ്ക്ക് താനിപ്പോൾ സേഫായിടത്താണെന്ന് തോന്നി. ശ്രീയുടെ ഷർട്ട് കെട്ടിപ്പിടിച്ച് രാധിക ഉറങ്ങി. പിറ്റേന്ന് വൈകിട്ട് ശ്രീ പാലത്തിന്റെ കൈവരിയിലിരിക്കുകയായിരുന്നു. ഹലോ സർ. രാധിക കോളേജിൽ നിന്ന് വരികയായിരുന്നു. ഹലോ മാഡം. പേടകം എവിടെയെന്ന് ശ്രീ ചോദിച്ചു. വരുന്ന വഴി സർവീസിന് കൊടുത്തു, രാധിക പറഞ്ഞു. കുറച്ചധികം നടക്കാനില്ലേ? വാ, ഞാൻ കൊണ്ടുവിടാം. ശ്രീ ബുള്ളറ്റിന്റെ കീ എടുത്തു. അയ്യോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ സാറിന്റെ ഉദ്ദേശം? രാധിക ചോദിച്ചു. ശ്രീ ചിരിച്ചു. അപ്പോ നിനക്കറിയല്ലേ, എന്നിട്ടാണോ എന്റെ മനസ്സിൽ ഇടം നേടണമെന്നൊക്കെ പറഞ്ഞേ? അതിപ്പോ. രാധിക ചുറ്റും നോക്കി. നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം. എന്തേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം? ശ്രീ ചോദിച്ചു. അതല്ല, ആ കാശിയേട്ടനെങ്ങാണ് ഈ വഴി പോയാൽ നമ്മൾ സംസാരിക്കുന്നത് കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കും. അതിനെന്താ, നമ്മൾ സംസാരിക്കുകയല്ലേ, അതിലെന്താ പ്രശ്നം ഉണ്ടാക്കാൻ? അതല്ല മാഷേ, ഒന്നുമില്ല, ഞാൻ പോവാ. രാധിക നടന്നതും ശ്രീ രാധികയുടെ കൈ പിടിച്ചു. അങ്ങനെ പോവല്ലേടോ. രാധിക കൈയിലേക്കും ശ്രീയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. സോറി. ശ്രീ കൈവിട്ടു. ഇറ്റ്സ് ഓക്കെ, രാധിക പറഞ്ഞു. എന്നാൽ വാ, നമുക്ക് ആ പാലത്തിന്റെ താഴെ പോയിരിക്കാം. ശ്രീ എഴുന്നേറ്റു. സൂക്ഷിച്ചിറങ്ങ കേട്ടോ, എടുത്തോണ്ട് പോകാനുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കല്ലേ. അങ്ങനെയൊന്നും ഞാൻ വീഴൂല മാഷേ, രാധിക പറഞ്ഞു. അതെനിക്കറിഞ്ഞൂടേ, ശ്രീ ചിരിച്ചു. അതിലെന്തോ ഇന്നർ മീനിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടാ, രാധിക പറഞ്ഞു. ശ്രീയും രാധികയും ഒരിടത്തിരുന്നു. നിനക്കെന്താ അവനെ ഇത്ര പേടി? അവൻ പിടിച്ച് വിഴുങ്ങോ നിന്നെ? ശ്രീ ചോദിച്ചു. വിഴുങ്ങൊന്നുമില്ല, പക്ഷേ ദുഷ്ടനാ.
ദുഷ്ടനെന്ന് വെച്ചാൽ അത്രയും ദുഷ്ടനാ. അങ്കിളിനും ആൻറ്റിക്കും എങ്ങനെ ഇങ്ങനൊരു മകനുണ്ടായെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെന്തോരം പാവമാ. ചെറുപ്പം മുതൽ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി നോക്കാൻ വയ്യെന്ന് പറഞ്ഞ് അങ്കിളും ആൻറ്റിയും തറവാട്ടിൽ കൊണ്ടുവന്നാക്കി. അന്നു മുതൽ കാശിയേട്ടൻ തറവാട്ടിലാണ്. അങ്കിളും ആൻറ്റിയും മുംബൈക്ക് പോയപ്പോൾ എന്നെ കൊണ്ടുപോയി. ഞാൻ 5 മുതൽ ഡിഗ്രി വരെ അവിടെയാ പഠിച്ചേ. അതാണ് നിന്നെ ഇവിടെ ഒന്നും കാണാതിരുന്നേ, ശ്രീ പറഞ്ഞു. കണ്ടിട്ടിപ്പോ എന്തിനാ? രാധിക ചോദിച്ചു. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ, ശ്രീ പറഞ്ഞു. എന്നിട്ട് അവന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലല്ലോ, ശ്രീ പറഞ്ഞു. എല്ലാവരോടും അങ്ങനെയാ. പക്ഷേ മുത്തശ്ശനെ പേടിയാ. പേടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി പേടിയാ. മുത്തശ്ശൻ എന്തു പറഞ്ഞാലും കേൾക്കും, രാധിക പറഞ്ഞു. എന്നാൽ മുത്തശ്ശനോട് അവനോട് പറയാൻ പറയ് നിന്നെ തല്ലണ്ടെന്ന്. ശ്രീ വെള്ളത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞു. അതാരും പറയില്ല. കാരണം കാശിയേട്ടനെ കൊണ്ടെന്നെ കല്യാണം കഴിപ്പിക്കാനാണ് എല്ലാവരുടെയും പ്ലാൻ. രാധികയുടെ കണ്ണു നിറഞ്ഞു. അയാളൊരു ഭ്രാന്തനാ. എന്റെ കസിൻസായ ആൺകുട്ടികളൊന്നും എന്നോട് മിണ്ടില്ല, അയാളെ പേടിച്ചിട്ട്. കോളേജിലടക്കം വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അയാൾ. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ രാധിക, ശ്രീ പറഞ്ഞു. ഇതാണോ സ്നേഹം? അപ്പോ മാഷിന് ഗൗരിയോട് തോന്നിയതിനെ എന്താ പറയാ? സ്നേഹമാണത്രേ. കാലിൽ കനൽ വെച്ച് പൊള്ളിക്കുന്നതും കൈപിടിച്ച് തിരിക്കുന്നതും തല്ലുന്നതും ഒക്കെ സ്നേഹമാണല്ലോ. അപ്പോ ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലൂ എന്നൊരു ഭീഷണിയും. പേടിയാ എനിക്ക് അയാളെ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. അങ്കിളിന് ഒരുപാട് ബിസിനസ്സുണ്ട്. ഒറ്റ മകനാണ് കാശിയേട്ടൻ. കാശിയേട്ടൻ അതാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എല്ലാവരും കണ്ടില്ലെന്ന് നടിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ ഭാര്യയാവാനുള്ളതാ എന്നൊക്കെ പറഞ്ഞെന്റെ വായടപ്പിക്കും. രാധിക കരഞ്ഞു. ഏയ്, താൻ കരയുവാണോ? ഞാൻ വിചാരിച്ചു താനിത്തിരി ബോൾഡാണെന്ന്. ഇതിപ്പോ എന്റെ ഗൗരിയുടെ പോലെ തന്നെയാണല്ലോ. ശ്രീ രാധികയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അയാളിൽ നിന്ന് രക്ഷപ്പെടാനാ ഞാൻ മാഷിനോട് അടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ മാഷിന്റെ മനസ്സ് മുഴുവൻ ഗൗരിയാണല്ലോ. മാഷ് അയാളെ എതിർക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇവിടെ ഞാൻ സേഫാണെന്ന് തോന്നി. പക്ഷേ സാരില്ല. എപ്പോഴും അമ്മായി പറയും കീരിയുടെ ജന്മമാണ് കാശിയേട്ടനെന്ന്. എനിക്കും തോന്നി അതല്ലേ മാഷിനെ കാണുമ്പോൾ ഇങ്ങനെ ചീറ്റുന്നേ. എന്നാൽ നമുക്ക് ആ കീരി അങ്ങ് തട്ടിക്കളഞ്ഞാലോ? ശരിക്കും? മിക്കവാറും ഞാനത് ചെയ്യും, ശ്രീ പറഞ്ഞു. എന്നാൽ എൻ്റെ മാഷേ, ഞാൻ കടപ്പെട്ടിരിക്കും നിങ്ങളോട്. അതെ, ഞാൻ ഡോക്ടറാണ്, മാഷല്ല, ശ്രീനാഥ് പറഞ്ഞു. അത് പിന്നെ എന്താ വിളിക്കാന്നറിയാഞ്ഞിട്ടാ ഞാൻ, രാധിക പറഞ്ഞു. കുട്ടേട്ടനെന്ന് വിളിച്ചോ, എല്ലാവരും അതാ വിളിക്കാറ്. ഏയ്, അതെല്ലാവരും വിളിക്കുന്നതല്ലേ. രാധിക എഴുന്നേറ്റ് നടന്നു. എല്ലാവരുടെയും പോലെ അല്ലല്ലോ ഞാൻ. നിങ്ങൾ എൻ്റെ അല്ലേ. ഞാൻ വേറൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്, ശ്രീയേട്ടൻ. രാധിക ചിരിച്ചുകൊണ്ട് ഓടി. കുട്ടേട്ടാ, ഇതൊന്ന് വരച്ചു തരുമോ? ഗൗരി, നീ എന്നെ കുട്ടേട്ടാന്ന് വിളിക്കണ്ട, ശ്രീ പറഞ്ഞു. എല്ലാവരും അതല്ലേ വിളിക്കാറ്. എല്ലാവരെയും പോലെയാണോ നീ? നീ എൻ്റെ അല്ലേ. നീ എന്നെ ശ്രീയേട്ടൻ വിളിച്ചാൽ മതി. അമ്മേ! രാധികയുടെ നിലവിളിയാണ് ശ്രീയെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ശ്രീ രാധികയുടെ അടുത്തേക്കോടി. എന്താണ്, കാലിൽ ദർഭമുന കൊണ്ടോ? ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് തിരിഞ്ഞു നോക്കുന്ന രാധികയെ കണ്ടപ്പോൾ ശ്രീ ചോദിച്ചു. കുപ്പിച്ചില്ല് കയറിയതാ. നോക്കട്ടെ, ഈ കല്ലുമേ ഇരിക്കെ. ശ്രീ രാധികയുടെ കൈ പിടിച്ചിരുത്തി. ചെരുപ്പും തുളച്ചാണ് കയറിയത്. നല്ല ചെരുപ്പ്. ഉള്ളിത്തോൽ ഇതിനേക്കാൾ ഭേദമാണ്. ഇതിലും നല്ലത് നീ ചെരുപ്പിടാതെ നടക്കുന്നതാ. ഞാനിത് വലിച്ചൂരാൻ പോവാണേ. ആ, വേദനിക്കും, രാധിക പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇതിവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വയ്ക്കാൻ പറ്റുമോ? നീ കണ്ണടച്ചിരുന്നു. രാധിക കണ്ണടച്ചിരുന്നു. മെല്ലെ കുപ്പിച്ചില്ലൂരണേ ശ്രീയേട്ടാ, കാലു വേദനിക്കുന്നുണ്ട്. രാധിക ശ്രീയുടെ തോളിലേക്ക് ചാഞ്ഞു. മെല്ലെ ശ്രീയേട്ടാ, അല്ലെങ്കിൽ കാരമുള്ള എൻ്റെ കാലിൽ പൊട്ടിയിരിക്കും. വേദനിക്കുന്നുണ്ട് കാല്. നിന്നെ ഞാൻ വേദനിപ്പിക്കോ ഗൗരി?
ശ്രീ ഗൗരിയെ തന്റെ തോളിലേക്ക് ചായച്ചു. ആ, എന്തൊരു വേദനയാ! രാധിക കരഞ്ഞു. ഇപ്പം മാറും. ശ്രീ മെല്ലെ കുപ്പിച്ചില്ല് വലിച്ചൂരി. രാധിക വേദന കടിച്ചു പിടിച്ചിരുന്നു. ബ്ലഡ് വരുന്നുണ്ട്, മുറിവ് ഡ്രസ് ചെയ്യണം. ഇവിടെ അടുത്തൊരു ക്ലിനിക്കില്ലേ, അവിടെ പോകാം, ശ്രീ പറഞ്ഞു. അയ്യോ, നേരം വൈകും, പ്രശ്നമാകും, രാധിക പറഞ്ഞു. ബ്ലഡ് ഒരുപാട് പോകുന്നുണ്ട്, നീ വന്നേ. ശ്രീ രാധികയുടെ കൈ പിടിച്ച് നടന്നു. ആ, രാധിക കരഞ്ഞു. ഊപ്സ്, സോറി. ശ്രീ രാധികയെ എടുത്തു. അപ്പോഴേ പറഞ്ഞതാ എടുത്തുകൊണ്ടു പോകാനുള്ള വഴിയുണ്ടാക്കല്ലേന്ന്. മുടിഞ്ഞ കാനാണോ കേട്ടോ നീ, ശ്രീ പറഞ്ഞു. നിന്നെ കെട്ടുന്നവൻ കുറച്ച് പണിപ്പെടും മോളെ. മാഷിനിപ്പോ തന്നെ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. രാധിക ചിരിച്ചു. ശ്രീ ചിരിച്ചു. ക്ലിനിക്കിലെത്തിയ ശേഷം ശ്രീ തന്നെയാണ് രാധികയുടെ മുറിവ് ഡ്രസ് ചെയ്തത്. സ്റ്റിച്ചിടാൻ മാത്രം ഉള്ളതൊന്നുമില്ല, ശ്രീ പറഞ്ഞു. അയ്യോ, ഇരുട്ടായോ? ക്ലിനിക്കിന് പുറത്തിറങ്ങിയപ്പോൾ രാധിക തലയിൽ കൈവച്ചു. രാധിക ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. ഛേ, ചാർജ് ഇല്ലാത്തതിനാൽ ഓഫായല്ലോ, ഇന്നെന്നെ കൊല്ലും. നീ എന്തിനാ പേടിക്കുന്നേ? ഞാൻ വീട്ടിലാക്കി തരാം. വേണ്ട, എനിക്കൊരു ഓട്ടോ പിടിച്ചു തരുവോ? രാധിക ചോദിച്ചു. വേണ്ട, ഇനി ഈ നേരത്ത് ഓട്ടോയിൽ പോകണ്ട, നീ കയറ്, ഞാൻ കൊണ്ടാക്കി തരാം. രാധിക ശ്രീയുടെ ബുള്ളറ്റിൽ കയറി. ചെറുതായി കാറ്റും മഴയും ഉണ്ടായിരുന്നു. രാധിക ശ്രീയോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. രാധികേ, നിന്റെ നമ്പർ പറഞ്ഞേ. ശ്രീ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. എന്തിനാ നമ്പർ? നിന്നോട് കിന്നരിക്കാൻ. എടി, നീ വീട്ടിലെത്തി വല്ല തല്ലോ തിരക്കോ ഉണ്ടായോന്നറിയാനാ, ശ്രീ പറഞ്ഞു. രാധിക നമ്പർ പറഞ്ഞു കൊടുത്തു. ശ്രീയുടെ ബുള്ളറ്റ് വെള്ളിയടത്ത് തറവാടിന്റെ മുറ്റത്ത് ചെന്ന് നിന്നു. എല്ലാവരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. ശ്രീ രാധികയെ തിരിഞ്ഞു നോക്കി. രാധിക ഭയത്തോടെ ഇറങ്ങി. ചെല്ല്, ശ്രീനാഥ് പറഞ്ഞു. രാധിക നടന്നതും കാശി മുറ്റത്തേക്ക് ചാടിയിറങ്ങി. എവിടെയായിരുന്നടി നീ ഇതുവരെ? ഇവന്റെ ഒപ്പം ഊര് ചുറ്റാനാണോ നീ ഇവിടുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞിറങ്ങുന്നേ? കാശിയുടെ കൈ രാധികയ്ക്ക് നേരെ ഉയർന്നതും ശ്രീ കാശിയുടെ കൈ പിടിച്ചു. ഇവളെ നീ തൊട്ടാൽ ഈ കൈ ഞാനിങ്ങെടുക്കും, ശ്രീ പറഞ്ഞു. കാശി, ശങ്കരൻ വിളിച്ചു. കാശി ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഒതുങ്ങി. എടാ, കാളിയർ മനയിലെ ഒരാളും ഈ മണ്ണിൽ കാലുകുത്തിയിട്ടില്ല, സത്യൻ പറഞ്ഞു. അത് ഈ മുറ്റത്ത് കാലുകുത്താൻ ഭയമായിട്ടല്ല, അതിനുള്ള യോഗ്യത ഇവിടെയുള്ള ആർക്കുമില്ല. ഉള്ള ഒന്നിനെ ഞാൻ കണ്ടിട്ടുള്ളൂ, രാധികയെ. പിന്നെ എന്റെ ഒപ്പം ഊരു ചുറ്റാൻ വന്നതൊന്നുമല്ല രാധിക. വരണ വഴി ഈ കുട്ടിയുടെ കാലിലൊരു കുപ്പിച്ചില്ല് കയറി. ഞാൻ ക്ലിനിക്കിൽ പോയി മുറിവ് ഡ്രസ് ചെയ്തു. ഇരുട്ടായതിനാൽ ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല, അതാ ഞാൻ കൊണ്ടുവന്നത്. രാധു, അകത്ത് കയറിപ്പോടി, രഘു അലറി. ശ്രീ തിരികെ പോന്നു. രാധിക റൂമിൽ ചെന്നയുടൻ ഫോൺ ചാർജിനിട്ടു. എന്താ അവളുടെ ഉദ്ദേശം? എന്റെ ഭാര്യയാവേണ്ടതാ, കണ്ടവന്മാരുടെ ഒപ്പം കറങ്ങി നടക്കുന്നത്, കാശി എല്ലാവരുടെയും മുൻപിൽ നിന്ന് പറഞ്ഞു. രാധിക എല്ലാം കേട്ടുകൊണ്ട് റൂമിലിരുന്നു. മോനെ കാശി, അത് അവളുടെ കാലിൽ മുറിവായതുകൊണ്ടല്ലേ, രഘു പറഞ്ഞു. ഓ, കാളിയാർ മനയിലെ ചെക്കനോട് എന്നാ ഇവിടെയുള്ളവർക്ക് ഈ സഹതാപം തുടങ്ങിയത്? ഓ, എനിക്ക് മനസ്സിലായി, അവൻ ഡോക്ടറല്ലേ, കാളിയാർ മനയിലെ അല്ലേ? അങ്ങനെയൊന്നുമല്ല, അവള് നിന്റെയാ, രഘു പറഞ്ഞു. പിന്നെ ഞാൻ ശ്രീയേട്ടൻ്റെതാ, ഇങ്ങോട്ട് വാ, എന്റെ ശ്രീയേട്ടൻ കൊല്ലും അവനെ. രാധിക ഓരോന്നാലോചിച്ച് ചിരിച്ചുകൊണ്ട് ശ്രീയുടെ ഷർട്ടിൽ വിരലോടിച്ചു. അപ്പോഴാണ് ഫോൺ പാടിത്തുടങ്ങിയത്. നമ്പറാണല്ലോ, രാധിക പറഞ്ഞു. രാധിക ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ, രാധിക പറഞ്ഞു. രാധിക? ആ, ഞാനാ ശ്രീയേട്ടാ. ആ വിളി കേട്ടപ്പോൾ ശ്രീയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. എന്താ മിണ്ടാത്തെ? രാധിക ചോദിച്ചു. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്രീ ചോദിച്ചു. ഇല്ല ശ്രീയേട്ടാ, എന്റെ അടുത്തേക്ക് ഒന്നും ചോദിച്ച് ആരും വന്നില്ല. അയാള് നടുമുറ്റത്ത് തിമിർത്ത് പെയ്യുന്നുണ്ട്. ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്. ശ്രീ ഫോൺ കട്ട് ചെയ്തു. രാധികയ്ക്ക് നിരാശ തോന്നി. രാധിക ശ്രീയേട്ടൻ എന്ന പേര് സേവ് ചെയ്തു വെച്ചു. വാട്സപ്പ് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയോടൊപ്പമുള്ള ഫോട്ടോ ആയിരുന്നു പ്രൊഫൈൽ പിക്ചർ. ഇതാവണം ഗൗരി.
രാധിക ഗൗരിയെ നോക്കിയിരുന്നു. തെറ്റു പറയാൻ പറ്റുമോ? അത്രയ്ക്ക് സുന്ദരിയാ. 2 ദിവസത്തേക്ക് രാധിക ശ്രീയെ കണ്ടില്ല. ശ്രീയുടെ നമ്പർ എടുത്ത് നോക്കുമെങ്കിലും വിളിച്ചില്ല. ശല്യമായാലോന്ന് കരുതി. അന്നു രാത്രി രാധിക ഒഴികെ വലിയിടത്തെ എല്ലാവരും ഒരു റിലേറ്റീവിന്റെ മാരേജ് ആയതിനാൽ തലേദിവസം ഒന്ന് പോയി വരാമെന്ന് കരുതിപ്പോയി. രാധിക ചെറുതായി പനിക്കുന്നതിനാൽ പോയില്ല. വലിയിടത്ത് രാധികയും ജോലിക്കാരിയും മാത്രമായി. ജോലിക്കാരി പണിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. പതിയെ ജോലിക്കാരിയുടെ മുറി പുറത്തുനിന്ന് ആരോ പൂട്ടിയിട്ടു. റൂമിൽ രാധിക ശ്രീയെ വിളിക്കണോ എന്ന ചിന്തയിൽ ശ്രീയുടെ നമ്പർ എടുത്ത് ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാണ് അയാൾ ആ വാതിൽ തുറന്നു വന്നത്.